ഇനി മുബഷീർ പി അക്ബറിലേക്ക് പോവുകയാണ്. മുബഷീർ, തൃപ്പൂണിത്തുറയിൽ ഒരു ടെസ്റ്റ് സംഭവിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. UDF LDF കൂട്ടുകെട്ട് വരുമോ ബി ജെ പിയെ തടയിടാൻ എന്നുള്ള കാര്യത്തിൽ? ഇതിൽ പ്രാദേശികമായി കോൺഗ്രസിന് അങ്ങനെയൊരു BJP യെ തടയിടാൻ അങ്ങനെ ഒരു കൂട്ടുകെട്ട് നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നുണ്ട്. പക്ഷേ DCC വ്യക്തമാക്കി കഴിഞ്ഞത് അങ്ങനെ നടക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? റോഷ്നി, ശ്രുതി, അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് CPM നേതൃത്വങ്ങളെ സംബന്ധിച്ചൊരു കൂട്ടുകെട്ടുണ്ടാകണം, സഹകരണം ഉണ്ടാകണം, BJP അധികാരത്തിൽ വരാതിരിക്കാൻ പരസ്പരം സഹകരിക്കണമെന്നുള്ള നിലപാട് തന്നെയാണുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ നേതൃത്വവും അതേസമയം CPMന്റെ എറണാകുളം ജില്ലാ നേതൃത്വവും പരസ്പരം വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അവിടെ CPMമായിട്ട് സഹകരിക്കാൻ സാധിക്കില്ല. കാലങ്ങളായിട്ട് CPM മത്സരിച്ച് വിജയിക്കുന്ന ഒരു നഗരസഭയിൽ ഇത്തവണ BJPക്ക് മേൽക്കോയ്മ വരാൻ കാരണം CPM പല സീറ്റുകളും അവർക്ക് വെച്ചുമാറിയത് കൊണ്ടാണ്, അവർക്ക് വലിയ സഹായം നൽകിയത് കൊണ്ടാണ്. M സ്വരാജും ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നുള്ളതായിരുന്നു എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. CPMന്റെ അറിവോടുകൂടിയാണ് BJP ഇത്രയധികം നേട്ടം അവിടെ ഉണ്ടാക്കിയെന്ന ആരോപണം അവിടെ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി സതീഷിന്റെ പ്രതികരണം എടുത്ത സമയത്തും അദ്ദേഹം സമാന സ്വഭാവത്തിലുള്ള ആരോപണം കോൺഗ്രസിനെതിരെ CPM നടത്തുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ കോൺഗ്രസ് ആണ് BJPക്ക് പല സഹായങ്ങളും നൽകിയിട്ടുള്ളത്. ഇന്ത്യ മുന്നണി എന്ന വിശാല ധാരണയിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഐക്യ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ എങ്ങനെയാണ് അവരുമായിട്ട് സഹകരിക്കുക എന്നൊരു ചോദ്യമാണ് ഇവിടെ CPMന്റെ ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന LDFന്റെയും UDFന്റെയും സംസ്ഥാന നേതൃത്വങ്ങളും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും LDF പ്രധാനപ്പെട്ട മുഖ്യശത്രുവായി നിൽക്കുമ്പോൾ ഒരു നഗരസഭകളിലും അവരുമായിട്ട് സഹകരിക്കേണ്ട സാഹചര്യമില്ല. അത് തൃപ്പൂണിത്തുറയിലാണെങ്കിലും ആ നയം തുടരാമെന്ന നിലപാട് തന്നെയാണ് ഈ പറയപ്പെടുന്ന ജില്ലയിൽ LDFന്റെയും UDFന്റെയും നേതൃത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രാദേശിക തലത്തിൽ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. BJP അവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരവിടെ ശക്തിയാർജിക്കാൻ സാധ്യതയുണ്ട്. വരാൻ പോകുന്ന അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ വലിയ നേട്ടം കൊയ്യും. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ LDFും UDFും ചേർന്ന് അവിടെ ഭരണസമിതി ഉണ്ടാക്കണമെന്ന് തടുക്കാൻ മറ്റു മുന്നണികൾ കൈകോർത്തുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ ഒരു രാഷ്ട്രീയ നാടകം പ്രതീക്ഷിക്കാമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.